തുടങ്ങാം. ചെയ്യുന്നത് ഇത് സംഭവിച്ചു പോയതാണ്. പഠിക്കണം, നമ്മൾ എല്ലാം പഠിക്കണം. ഞങ്ങൾക്ക് അറിയാലോ, കുഞ്ഞത് കുറച്ച് പഴുത്തിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ എൻ്റെ ഡോഗ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു ട്രീറ്റ് ഉണ്ടാക്കാൻ പോകാം. പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ് ട്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വലിയ കുക്ക് എക്സ്പേർട്ടൊന്നും അല്ല. ഉണ്ടാക്കുന്ന കറി മൊത്തം ഫ്ലോപ്പായിട്ടും ഉണ്ട്. പക്ഷേ അവർക്കാകുമ്പോൾ അവർ കഴിക്കും. അപ്പോൾ നമുക്ക് പംകിൻ ട്രീറ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് ട്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പംകിന്. ഇത് കുറച്ച് പഴുക്കാനുണ്ട്. പിന്നെ എനിക്കൊരു ഇതിന് പംകിൻ കൂടി കിട്ടിയിട്ടുണ്ട്. ഇതും പിന്നെ ഒരു മുട്ട, ഒരു ഹോൾ മുട്ട, പിന്നെ ഓട്സ് പൗഡർ. ഓട്സ് ഞാൻ പൊടിച്ചെടുത്താണ് ഓട്സ് പൗഡർ. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. നെയ്യിലാണ് നമുക്ക് ചുട്ടെടുക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുഞ്ഞത് കുറച്ച് പഴുത്തിട്ടുണ്ട്, കുഞ്ഞതാണ്. ഇതാരും കഴിക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് അവർക്കിത് ആക്കി കൊടുക്കുന്നത്. അത് കഴിച്ചാൽ നമുക്ക് ഇത് സക്സസ് ആവണം. സാധാരണ ഓറി എന്ത് കൊടുത്താലും തിന്നു. അവൻ അങ്ങനെയൊന്നുമില്ല, എല്ലാം എന്തോ കഴിക്കും. ജയിക്കാണ് ജയിലിൻ്റെ തപ്പോല് കിട്ടാനാണ് കുറച്ച് പണി. ഇതിൽ പഴുത്തത് കുറച്ച് മഞ്ഞക്കളറില്ല സാധനം, മഞ്ഞക്കളറിലുള്ളത് കുറച്ചും കൂടി ഇതാവുന്നുണ്ട്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് നമുക്കിതിനെ എന്താക്കണം ഞങ്ങൾക്ക് അറിയാമല്ലോ. തണുത്തിട്ട് വേണം നമുക്കിതിനെ എന്തെങ്കിലും ബാറ്ററായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. നമുക്കിത് ഉടച്ചെടുക്കാം. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണിച്ചതാണ്. അതെ, ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. ഓട്സ് പൗഡറാണ്. അത് എത്ര എമൗണ്ട് ആണെന്ന് വെച്ചാലൊന്നും എനിക്ക് കറക്റ്റ് അളവൊന്നും അറിയില്ല. എനിക്കൊരു ഇതിൽ തുണിയിട്ട് എടുത്തു. നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചെടുക്കാം. എൻ്റെ ഇത് പൾപ്പ്. ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞത് ഇങ്ങനെയല്ല വേണ്ടത്. ഇത് കുറച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് വയ്ക്കുമല്ലേ, അതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് കുറച്ച് വെള്ളമായോ എന്നൊരു ഡൗട്ട്. അപ്പോൾ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെ ആവലാണ്, സാരില്ല. അപ്പോഴേ നമുക്ക് കുക്കിംഗ് കൊണ്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് പാനിലാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാം. അതെനിക്ക് തോന്നുന്നില്ലേ, ജസ്റ്റ് പാൻ കേക്ക് മാതിരി ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇത്ര വരെ എത്തിയില്ല. നമ്മൾ കുക്കിങ്ങിൻ്റെ ABCD പോലും അറിയില്ല. എന്നിട്ട് ഞാൻ ഇറങ്ങി എത്തില്ല. നമ്മുടെ തോൽവികളിൽ നിന്ന് പഠിക്കണം. നമ്മൾ എല്ലാം പഠിക്കണം തോൽവികളിൽ നിന്ന്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഡോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എങ്ങനെയാവും നമുക്കതിങ്ങനെ ചെറുതാകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാനൊരു ഓപ്ഷൻ പോലെ പറഞ്ഞു തന്നേ ഉള്ളൂ. ചൂടായി നമുക്ക്
തീ അല്പം കുറച്ച് വെക്കാം. കാരണം എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാനിത് നന്നായിട്ട് അയ്യോ നീയും കുറവാണ് ഗൈസ്. നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ കണ്ടോ, ഇതാ ഇങ്ങനെയാണുള്ളത്, ഈ ഷേപ്പിലാണുള്ളത്. ഇത് സംഭവിച്ചു പോയതാണ്, എന്നാൽ തീയും അറിയില്ല. പിന്നെ നമ്മളുടെ ഓറിയും ചെയ്യല്ലേ, എൻ്റെ കുക്കിംഗ് അവർ സഹിക്കണമല്ലോ. കഴിച്ചോ, കിട്ടേം കഴിച്ചു. ഗൈസ്, എൻ്റെ വീട്ടിൽ ഇത് വൺ ഫ്ലോപ്പാണ്. ഗൈസ്, നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ കുറച്ച് ഇടിയപ്പം മുട്ടയുടെ അവിടുത്തെ ഗ്രീൻ വെച്ചാലോ. ഇത് ഗ്യാപ്പിൽ വെറുതെ ഇരിക്കില്ലേ അല്ലേ അല്ലേ? കറി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ്. മനസ്സിലായില്ല നിങ്ങൾക്ക് വേണോ? അപ്പോൾ നമ്മുടെ ട്രീറ്റ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച മാതിരിയല്ല ഇത് വന്നത്. എന്നാലും നമുക്കിത് അവർക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, അവരുടെ റിയാക്ഷൻ എന്താ നമുക്ക് അറിയാം. അവിടെ തീർന്നുണ്ട്. ഓരോ sit. Okay. Oh. Or search. Good boy. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൊച്ചു ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ.